ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളായിട്ടാണ്. നമുക്കറിയാം EV സ്കൂട്ടേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാർക്കറ്റിൽ ഇടം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. EV സ്കൂട്ടേഴ്സ് മാത്രമല്ല, കാറുകളാണെങ്കിലും സെയിം രീതിയിൽ തന്നെ നല്ല രീതിയിൽ മാർക്കറ്റിൽ സെയിലും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നതാണ്. പെട്രോൾ വില കാര്യങ്ങൾ മുതലാവാത്തതുകൊണ്ടാണ് EVയിലോട്ട് പോകുന്നത്. ഓക്കെ, എനിവേ അത് നമുക്ക് വേറൊരു ടോപ്പിക്ക്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു നവംബർ മന്തിലെ EV സ്കൂട്ടേഴ്സ് കാര്യങ്ങളിൽ നോക്കുമ്പോൾ ടോപ്പ് 10 സെല്ലിംഗ് ബെസ്റ്റായിട്ട് നിൽക്കുന്ന ഏതൊക്കെ കമ്പനീസാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഒരു ടോപ്പ് 10 ലിസ്റ്റാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വലിച്ചിട്ടുണ്ട് ഡയറക്റ്റ് വീഡിയോയിലൂടെ. ഓക്കെ, നമ്മൾ നോക്കുന്നത് നവംബർ മന്തിലെ ടോപ്പ് 10 ആയിട്ടുള്ള സെയിലിംഗ് കാര്യങ്ങളും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ കാണാത്ത കുറേ മോഡൽസ് കാര്യങ്ങളും ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ നമുക്ക് 10th പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. 10th പൊസിഷനിൽ വന്നിട്ടുള്ളത് ജോയ് ഇ ബൈക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ്. സോ ഈ ഒരു EV സ്കൂട്ടർ സെയിലായിട്ടുള്ളത് നവംബർ മന്തിന് ഏകദേശം 1185 യൂണിറ്റ്സാണ് ഇതിൻ്റെ ടോട്ടൽ സെയിലിംഗ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ബട്ട് പ്രീവിയസ് മന്തിലെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഗ്രോത്തിൽ നിൽക്കുന്ന ഒരു സെയിലിംഗ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കമ്പനിക്ക് വന്നിട്ടുള്ളത്. ഇനി 9th പൊസിഷനിൽ വന്നിട്ടുള്ളത് ഒക്കായ EV കമ്പനിയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കമ്പനിയുടെ നവംബർ മന്തിൻ്റെ സെയിലിംഗ് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ 1298 യൂണിറ്റ്സാണ് ഇതിൻ്റെ ടോട്ടൽ സെയിലിംഗ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. സോ ഈ ഒരു കമ്പനിയും പ്രീവിയസ് മന്തിൽ വെച്ച് സെയിലിംഗ് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ 8th പൊസിഷനിൽ നിൽക്കുന്നത് ബികാസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. സോ ഈ ഒരു കമ്പനിയുടെ നവംബർ മുതൽ സെയിലിംഗ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 1606 യൂണിറ്റ്സാണ് സെയിലിംഗ് കാര്യങ്ങളും വന്നിട്ടുള്ളത്. സോ ഈ ഒരു മോഡൽസ് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, 7th പൊസിഷനിൽ നിൽക്കുന്നത് ഒക്കിനാവ എന്ന് പറഞ്ഞ കമ്പനിയാണ്. സോ ഈ ഒരു മോഡലിൻ്റെ സെയിലിംഗ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 1604 യൂണിറ്റ്സാണ് നവംബർ മന്തിൽ ഈ ഒരു മോഡൽ സെയിലിംഗ് കാര്യങ്ങളായിട്ടുള്ളത്. സോ എൻ്റെ ലുക്കും കാര്യങ്ങളും അത്യാവശ്യം നൈസായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഇനി 6th പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ ഹീറോ കമ്പനിയുടെ ഹീറോ വിഡ എന്ന് പറഞ്ഞ മോഡൽ ഇനിയാണ്. 3030 ആണ് ഇതിൻ്റെ സെയിലിംഗ് കാര്യങ്ങൾ നവംബർ മന്തിൽ വന്നിട്ടുള്ളത്. സോ ഈ ഒരു മോഡലിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മോഡൽ തന്നെയാണ് കേട്ടോ. ഓക്കെ, 5th പൊസിഷനിൽ നിൽക്കുന്നത് ഗ്രിവസ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. സോ ഈ ഒരു മോഡലിൻ്റെ നവംബർ മന്തിലെ സെയിലിംഗ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 4410 യൂണിറ്റ്സാണ് ഈ ഒരു കമ്പനി സെയിലിംഗ് കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇനി 4th പൊസിഷനിൽ നിൽക്കുന്നത് ഏതർ കമ്പനിയാണ്. ഈ ഒരു മോഡലിൻ്റെ നവംബർ മുതൽ സെയിലിംഗ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 9166 യൂണിറ്റ്സാണ് ഇതിൻ്റെ സെയിലിംഗ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അത്യാവശ്യം പ്രീമിയം EV സെഗ്മെൻറ്റിൽ വരുന്നൊരു മോഡൽ കൂടിയാണ് ഏതറിൻ്റെ മോഡലല്ല EV സ്കൂട്ടേഴ്സ്. ഇനി നമുക്ക് 3rd പൊസിഷനിൽ വരുന്നത് ബജാജിൻ്റെ ചേതക് എന്ന് പറഞ്ഞ മോഡലാണ്. സോ വൺ ഓഫ് ദ ലെജൻഡറി മോഡൽ തന്നെയാണ് ബജാജിൻ്റെ ചേതക്. സോ ഈ ഒരു EV സ്കൂട്ടറിൻ്റെ സെയിലിംഗ് കാര്യങ്ങളും നവംബർ മന്തിൽ വന്നിട്ടുള്ളത് 11668 യൂണിറ്റ്സാണ് ഇതിൻ്റെ സെയിലിംഗ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ പ്രീവിയസ് മന്തിലെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഇതിൻ്റെ തന്നെ ഹൈക്കും കാര്യങ്ങളും ഇതിൻ്റെ സെയിലിംഗ് കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇനി 2nd പൊസിഷനിൽ നിൽക്കുന്നത് TVSൻ്റെ iQube എന്ന് പറഞ്ഞ മോഡലാണ് സെയിലിംഗ് കാര്യങ്ങളിലും 2nd പൊസിഷനിൽ വന്നിട്ടുള്ളത്. ഈ ഒരു മോഡൽ 18931 യൂണിറ്റ്സാണ് നവംബർ മന്തിലെ സെയിലിംഗ് കാര്യങ്ങളും വന്നിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള സെയിലിംഗ് കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ മോഡലിലൂടെയാണ് TVSൻ്റെ iQube. ഇനി 1st പൊസിഷനിൽ നിൽക്കുന്നത് ഓലയുടെ മോഡൽ തന്നെയാണ് സെയിലിംഗ് കാര്യങ്ങളിൽ ഫസ്റ്റ് നിൽക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈവൻ റോഡിലാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു മോഡലിലൂടെയാണ് ഓലയുടെ എല്ലാ സ്കൂട്ടേഴ്സും. സോ ആ ഒരു സ്കൂട്ടർ തന്നെയാണ് ഇപ്പോഴും ഫസ്റ്റ് നിൽക്കുന്നത്. സോ നവംബർ മുതലേ സെയിലിംഗ് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ 29764 യൂണിറ്റ്സാണ് ഓല സ്കൂട്ടർ നമുക്ക് സെയിലിംഗ് കാര്യങ്ങളായിട്ടുള്ളത്. സോ ഈ ഒരു മന്ത് കാര്യങ്ങൾ നോക്കുമ്പോൾ മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത് EV സ്കൂട്ടേഴ്സിൻ്റെ സെയിലിംഗ് കാര്യങ്ങളിലും ഇമ്പ്രൂവ്മെൻ്റ് ആണ് എല്ലാ കമ്പനികൾക്കും ഉണ്ടായിട്ടുള്ളത്. ഒരു കമ്പനിക്കും അത്ര ഡൗൺ ഗ്രേഡ് കാര്യങ്ങളായിട്ടില്ല സെയിലിംഗ് കാര്യങ്ങളും. സോ EV സ്കൂട്ടേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാർക്കറ്റിൽ സെയിലിംഗ് കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ടോപ്പ് 10 വന്നിട്ടുള്ള EV സ്കൂട്ടേഴ്സ് കാര്യങ്ങൾ. മേ ബി ഇത് കഴിഞ്ഞും കമ്പനീസ് കാര്യങ്ങൾ ഉണ്ടാവും, ബട്ട് ഈ ഒരു സെല്ലിംഗ് ബേസിലാണ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് തോന്നിയ EV സ്കൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ ഇനി ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ദെൻ. ബൈ ബൈ.